ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. പ്രിയപ്പെട്ട മക്കളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഈശ്വരൻ്റെ വിഭൂതികളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. നമുക്കിന്ന് 11-ാം അധ്യായത്തിലേക്ക് കടക്കാം. 11-ാം അധ്യായത്തിൻ്റെ പേര് വിശ്വരൂപ ദർശനം അഥവാ വിരാട് രൂപ ദർശനം എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിഭൂതികളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ഭഗവാന്റെ വിഭൂതികളാണ്. എന്തൊക്കെയാണ് വിഭൂതികളായിട്ട് നമ്മൾ അവിടെ കണ്ടത്? നമ്മൾ ആൽമരത്തെ കണ്ടു, ഹിമാലയത്തെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കാണുമ്പം നമ്മൾ ഭഗവാന്റെ ആ ഒരു ഉത്കൃഷ്ട ഭാവത്തെ നമ്മൾ ഇതിലൊക്കെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേണം നമുക്ക് വിഭൂതി എന്നുള്ളത് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് ഇവിടെ എന്താണ് അർജുനൻ കൃഷ്ണനോട് ആവശ്യപ്പെടാൻ പോകുന്നത്? അർജുനൻ പറയാണ്, ഭഗവാനെ, എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് അറിവ്, അതായത് രാജവിദ്യ, രാജഗുഹ്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് മഹത്തായ അറിവ്, രഹസ്യമായ ജ്ഞാനം, ഇതൊക്കെ അങ്ങിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ മുഖത്തുനിന്ന് വരുന്ന ആ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് പല കാര്യത്തിനെക്കുറിച്ചും അറിയില്ലായിരുന്നു, തീരെ അറിവുണ്ടായിരുന്നില്ല. അതിൻ്റെക്കുറിച്ചെല്ലാം എനിക്ക് അറിവുണ്ടായി ഭഗവാന്റെ വാക്കുകളിലൂടെ. ഈശ്വരൻ ആരാണ് എല്ലാം പറഞ്ഞു തന്നു, ഭക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാം ചെയ്തു. എനിക്കൊരു ചെറിയ ആഗ്രഹം കൂടെ ഉണ്ട്. അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാൻ തന്നെയാണ്, അതായത് ഈശ്വരൻ തന്നെയാണ് ഈ ലോകമായിട്ട് എല്ലാം കാണുന്നത്, ഈ ലോകത്ത് കാണുന്ന എല്ലാം ഈശ്വര രൂപമാണ് എന്ന്. അപ്പോൾ ആ ലോകമായി തീരുന്ന ഈശ്വരൻ്റെ ആ വലിയ രൂപം, ആ രൂപം ഒന്ന് എനിക്ക് എല്ലാമായിട്ട് തീരുന്ന രൂപം, വിശ്വം എന്ന് പറഞ്ഞാൽ എല്ലാം, ആ എല്ലാം ആയിട്ട് തീരുന്ന ആ രൂപം, ആ വിശ്വരൂപം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? ഈ സർവ്വലോകത്തിലുള്ള എല്ലാമായിട്ട് വിളങ്ങുന്ന ആ ഭഗവാന്റെ രൂപം കാണുമ്പോൾ എന്തായിരിക്കും ഒരു സന്തോഷം. വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ ഈ എളിയ ശിഷ്യനെ ഒന്ന് കാണിച്ചു തരൂ. എനിക്കതിന് യോഗ്യതയുണ്ടെന്ന് തോന്നിയാൽ മാത്രം, ഭഗവാന് തീർച്ചയാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. എനിക്ക് യോഗ്യതയില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്നോട് ദയവ് കാണിക്കണം, ദയവ് ചെയ്ത് കാണിച്ചു തരണം എന്ന് വളരെ താഴ്മയോടെ പറഞ്ഞു. നമ്മളിതൊന്ന് മനസ്സിലാക്കണം. നമുക്കെപ്പോഴും നമ്മുടെ മുതിർന്നവരോട്, അച്ഛനമ്മമാരോട്, ആചാര്യന്മാരോടൊക്കെ സംസാരിക്കുമ്പം വളരെ വിനയത്തോടുകൂടെ വേണം എന്ത് കാര്യം പറയണമെങ്കിലും. ഇപ്പം അങ്ങനെ ആ വിനയം എന്ന് പറഞ്ഞ ഒരു ഭാവം ഇല്ല. സ്നേഹത്തോടുകൂടെ, വിനയത്തോടുകൂടെ, വിനയം എപ്പോഴും നമുക്ക് വേണം കൂടെ.
അപ്പം ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഇത്രയും എളിമയോടുകൂടെ ഉള്ള അർജുനൻ്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ കൃഷ്ണൻ്റെ മനസ്സലിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറയാണ്, നീ ആ ഭഗവത് സ്വരൂപത്തിൻ്റെലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പം എല്ലാം അത് അവിടെ ഒന്ന് നോക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കിയാൽ നിനക്ക് ഭഗവത് സ്വരൂപം കാണാം. പക്ഷേ ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. എന്താണ്? നിൻ്റെ ഈ കണ്ണുകൊണ്ട് നീ ഇപ്പം ഈ സാധാരണ കാര്യങ്ങളെ കാണുന്നുള്ളൂ, അതിനേ നിനക്ക് ശക്തിയുള്ളൂ. ഈ ലോകത്തിലുള്ള എല്ലാം കാണാനുള്ള ശക്തിയുണ്ട്, ഓരോ വിഷയങ്ങൾ എന്തിനൊക്കെ എല്ലാ ആൾക്കാരെയും എല്ലാം. പക്ഷേ എൻ്റെ ഈ സ്വരൂപം കാണണമെങ്കിൽ അതിന് ദിവ്യശക്തിയുള്ള, അതായത് നല്ല ശക്തിയുള്ള കണ്ണുകൾ വേണം. എങ്കിൽ മാത്രമേ എൻ്റെ ഈ വിരാട് രൂപം, ഈ വിശ്വരൂപം നിനക്ക് കാണാൻ പറ്റുള്ളൂ. അത്രയും ശക്തിയുള്ള രൂപമാണ്. അപ്പം നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ ആ ശക്തി, നിൻ്റെ കണ്ണുകൾക്ക് ഞാൻ ആ ശക്തി തരാം, ആ ദിവ്യദൃഷ്ടി നിനക്ക് തരാം. അപ്പം നിൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ ആ ദിവ്യസ്വരൂപം നിനക്ക് കാണാൻ പറ്റും. അപ്പം എന്തായിരിക്കും അർജുനൻ്റെ സന്തോഷം, നിങ്ങളൊന്ന് ആലോചിക്കൂ. നിങ്ങളൊക്കെ ചിലപ്പം ഈ 3D 4D സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് അച്ഛനമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ പോയി കാണാറുണ്ടല്ലേ. അത് കാണണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള കണ്ണട വേണം. ആ കണ്ണട വെച്ചിട്ട് നിങ്ങൾ സിനിമ കാണുമ്പോൾ എന്തായിരിക്കും? നിങ്ങളൊരു കാട്ടിലാ മറ്റാണെങ്കിൽ 4 സ്ഥലത്തുനിന്നും എന്തൊക്കെയാണ് സിംഹം വന്നിട്ട് നിങ്ങളെ മുന്നിൽ ചാടും. അപ്പം നിങ്ങൾ കരഞ്ഞു പോകും ഉറക്കെ. ചിലപ്പോൾ വലിയ എന്താ പറയുക, കുന്നിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ താഴത്തേക്ക് വീഴുന്ന മാതിരിയാണ് തോന്നും. അയ്യോ ഇതാ ഞാൻ വീഴാൻ പോവാണ്, അല്ലെങ്കിൽ തലയിൽ പാറ ഇടിഞ്ഞു വീഴുന്നു, അങ്ങനത്തെ ഒക്കെ അനുഭവം. അപ്പോൾ ഭയങ്കര പേടി തോന്നില്ലേ? പക്ഷെ അതേ സമയത്ത് വലിയ സന്തോഷമാണല്ലേ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ് ഇപ്പം അർജുനൻ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അർജുനനും ഒരു കണ്ണട കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ സാധാരണ പോലത്തെ കണ്ണടയല്ല, ആ കണ്ണിൻ്റെ ശക്തിയാണത്. അതാണ് അത്. 4D ഒന്നും അല്ല. എത്ര D വേണം അതിന് ശക്തി, ആ ദിവ്യ ദൃഷ്ടിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ നല്ല ദിവ്യ ദൃഷ്ടിയുള്ള ആ കണ്ണുകളോടുകൂടെ അർജുനൻ ഈ വിരാട് രൂപത്തെ കാണാനായിട്ട് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് അനുഗ്രഹിച്ചു ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ അർജുനൻ കാണുന്ന ആ കാഴ്ചകളാണ് വിശ്വരൂപ ദർശനം. അതാണ് ഇന്ന് അർജുനൻ കാണുന്ന സിനിമ എന്ന് പറയാം നമുക്ക്, വിശ്വരൂപ ദർശനം. അപ്പോൾ അതുവരെ ഭഗവാനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? കൃഷ്ണനായിട്ട് തേര് തളിക്കുന്ന, പ്രത്യേകിച്ച് ഈ സമയത്ത് തേര് തളിക്കുന്ന സാരഥിയായിട്ട് ആണ് കണ്ടിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് സുഹൃത്താണ്, ബന്ധുവാണ്. പക്ഷേ സിനിമ തുടങ്ങി ദർശനം, ഈ ദിവ്യ ദർശനം കണ്ണുകൊണ്ട് കിട്ടിയപ്പോഴത്തേക്ക് ഭഗവാനെ നോക്കിയപ്പോൾ അവിടെ അവരൊന്നുമില്ല. പിന്നെ എന്താ കാണുന്നത്? ആയിരക്കണക്കിന് മുഖമുള്ള, അത്രയും വായുള്ള, കയ്യ് കാല്, എത്ര കയ്യ് കാല്, ചന്ദ്രസൂര്യന്മാർ എല്ലാം ഉള്ള ഒരു വലിയ സ്വരൂപം. തിളങ്ങുന്ന ആ തിളക്കം എത്ര ഉണ്ടെന്ന് പറയണ അറിയോ? 1000 സൂര്യന്മാർ ഉദിക്കുമ്പോൾ എന്ത് തിളക്കം ഉണ്ടാവുമോ അതുപോലെ. ഒരു സൂര്യൻ്റെ തിളക്കം നമുക്ക് കണ്ണുകൊണ്ട് നോക്കാൻ പറ്റും, അപ്പോഴത്തേക്ക് കണ്ണിന് വിഷമാകും അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1000 സൂര്യന്മാരെ കാണാൻ ആ കണ്ണിന് സാധിച്ചു എന്ന് പറയുമ്പോൾ ആ ദിവ്യ ദൃഷ്ടിക്ക്
എത്ര ശക്തിയുണ്ട്, നിങ്ങളൊന്ന് ആലോചിക്കൂ. അങ്ങനെ അപ്പോഴത്തേക്ക് സന്തോഷം വന്നു, ഭക്തി വന്നു, പിന്നെ പിന്നെ കുറച്ച് പേടിയും തുടങ്ങി. പിന്നെയും കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് വീണ്ടും ഓരോന്നോരോന്നായി കാണാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണനോട് പറയുന്നുണ്ട് അർജുനൻ, ഇതാ ഞാൻ പലതും കാണുന്നുണ്ട്. ഞാൻ എല്ലാ ദേവതമാരെയും, അതായത് ബ്രഹ്മാവിനെയും ശിവനെയും എല്ലാം അവിടെ കാണുന്നുണ്ട്. എല്ലാ ഋഷിമാരെ കാണുന്നുണ്ട്. കുത്തിയൊലിക്കുന്ന നദികൾ കാണുന്നുണ്ട്. ഈ സ്വരൂപത്തിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ നടുക്ക് ഭഗവാനുണ്ട്, അങ്ങനെ വളരെ കിരീടമൊക്കെ ധരിച്ച് കയ്യിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്ന് പറഞ്ഞാൽ താമരയൊക്കെ പിടിച്ച് സുന്ദരമായിട്ട് നിൽക്കുന്നു. നല്ല ആഭരണങ്ങളോടൊക്കെ ഇട്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുണ്ട്. സൂര്യചന്ദ്രാദികളെ കാണുന്നുണ്ട്. എല്ലാ ലോകങ്ങളും, ഭൂമി, സ്വർഗലോകം, പാതാളം എന്നു വേണ്ട എല്ലാ ലോകങ്ങളും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പറയാണ്, ഭഗവാനെ, എല്ലാവരും ഈ ലോകമൊക്കെ കണ്ടിട്ട് പേടിക്കുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ അർജുനും കുറച്ച് പേടി തുടങ്ങി. അപ്പോഴാണ് ആ പേടി കാണുന്നത് അവിടെ. പിന്നെ ഭഗവാന്റെ സൗമ്യമായിട്ടുള്ള ആ മുഖമൊക്കെ മറിഞ്ഞ് പിന്നെ കാണാൻ പോകുന്ന കാഴ്ചകൾ വളരെ അത്ഭുതകരമായ കാഴ്ചകളാണ്. എന്താ അവിടെ ആരെയാ കാണുന്നത്? യുദ്ധഭൂമിയിൽ അർജുനൻ നോക്കിക്കണ്ട് അർജുനൻ്റെ മുത്തച്ഛനെ പോലുള്ള ഭീഷ്മര്, അർജുനൻ്റെ ഗുരുവായിട്ടുള്ള ദ്രോണര്, പിന്നെ കർണൻ, മറ്റവർ, അങ്ങനെ തുടങ്ങിയ പല യോദ്ധാക്കൾ, ഇവരെയൊക്കെ കാണുന്നുണ്ട് അവിടെ. പിന്നെ പാണ്ഡവ സൈന്യത്തിൽ ഉള്ള കുറേ ആൾക്കാരെ അവിടെ കാണുന്നുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ഈ തുറന്നു വെച്ച വായയിൽ അവരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോവുക മാത്രമല്ല, വലിയ ദ്രംഷ്ടങ്ങളാണ്. വലിയ വലിയ പല്ലുകൾ, എന്താ പറയുക, ഇങ്ങനെ സിംഹത്തിനൊക്കെ ഇല്ലേ വലിയ ദ്രംഷ്ടം, കടിച്ച് കീറുന്ന പോലെ, അതുപോലെ വലിയ വലിയ. അപ്പം അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഓരോരുത്തരുടെ തലയൊക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല അർജുനന്. ഒരു ഭാഗത്ത് നദി അങ്ങനെ കുതിച്ചൊഴുകുന്നുണ്ട്, തീ കത്തിക്കുന്നുണ്ട്. ഈ കത്തുന്ന തീയിൽ വേറെ കുറേ രാജാക്കന്മാർ വന്നങ്ങനെ പാറ്റകൾ ഇങ്ങനെ തീയിൽ വന്നിട്ട് വീണ് ചത്തുപോവില്ലേ, അതുപോലെ ചാകുന്നുണ്ട്. എല്ലാം കണ്ട് പേടിച്ച് അർജുനൻ ഇതെല്ലാം കണ്ട് പേടിച്ച് മൂത്രമൊഴിക്കാഞ്ഞ ഭാഗ്യം. എനിവേ, കൈ വിറച്ചുകൊണ്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, അയ്യോ, ആരാണ് ഭഗവാനെ നീ ആരാണൊന്നും എനിക്ക് പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറയാണ്, ഇതെൻ്റെ കാലരൂപമാണ്. ഞാൻ എല്ലാത്തിനെയും കൊല്ലുന്ന ആ കാലൻ്റെ രൂപം, ആ കാലശക്തിയുടെ രൂപമാണിത്. അതുകൊണ്ട് നീ ഇവരെയൊക്കെ കൊല്ലാൻ മടിച്ചില്ലേ? അതിന് നിനക്ക് മടി വേണ്ട. ഞാൻ നിന്നിലൂടെ ഇവരെയൊക്കെ കൊല്ലുന്നതാണ് നീ കാണുന്നത്. അതുകൊണ്ട് നീ ആരെയും കൊല്ലുന്നില്ല. നിനക്ക് ആ പേടി വേണ്ട. നീ വന്ന് യുദ്ധം ചെയ്ത് നിനക്ക് ജയിക്കും, തീർച്ചയാണ്. അങ്ങനെ പറഞ്ഞ് അർജുനെ അനുഗ്രഹിക്കുക. ഇത് കേട്ടപ്പോൾ അർജുൻ്റെ പേടി കുറച്ചൊന്ന് കുറഞ്ഞു. പിന്നെ അർജുനൻ കൃഷ്ണനെ എന്തൊക്കെയാ പറഞ്ഞ് സ്തുതിച്ചതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അർജുനൻ്റെ സ്തുതി ഒരുപാട് വീണ്ടും നീ ഇതൊക്കെ ചെയ്തു തന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ് സ്തുതി ചെയ്ത് അവസാനം പറഞ്ഞു, എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഇതൊക്കെ നമസ്കരിച്ചും കൊണ്ടാണ് പറയുന്നത്. കുറച്ച് പേടി ഇപ്പോഴും ഉണ്ട്.
അതുകൊണ്ട് എനിക്ക് അവസാനം ഈ വിശ്വദർശനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ ആ കിരീടം ധരിച്ച് ആ ചിരിക്കുന്ന മുഖത്തോടു കൂടി കയ്യിൽ ശംഖും ചക്രം ഗദ പത്മമൊക്കെ എടുത്തിട്ടുള്ള ആ സുന്ദര രൂപം ഒന്ന് കാണിച്ചു തരണം എന്നും പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാന് വളരെ സന്തോഷമായി. പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി, അതുകൊണ്ടല്ലേ നിനക്ക് ഈ ദിവ്യദർശനം കിട്ടിയത്. അത് സാധാരണ ആർക്കും കിട്ടാത്തതാണ്. ഇത്ര വിസ്തരിച്ചിട്ടുള്ള ഈ ദർശനം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അതിന് നീ തന്നെയാണ് കാരണം. നിൻ്റെ ഭക്തിയും നിൻ്റെ ഈ ഒരു ഭാവവും അതൊക്കെ കൊണ്ട് തന്നെയാണ് നിനക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിന്നിൽ വളരെ തൃപ്തനാണ്. അതുകൊണ്ട് ഞാൻ വിഷ്ണു രൂപത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ വീണ്ടും വിഷ്ണു രൂപത്തിൽ വീണ്ടും ദർശനം കൊടുത്തു. അങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അർജുനൻ ഇതൊക്കെ സാധിച്ചത്? കാരണം ഈശ്വരനിൽ നല്ല ഭക്തി ഉണ്ടായിരുന്നു അർജുനന്. ഈശ്വരൻ എപ്പോഴും കൂടെയുണ്ട്. പിന്നീട് ആ ഭക്തി എപ്പോഴും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരനിൽ തന്നെ ഞാൻ വേറെയല്ല എന്നുള്ള ഭാവത്തിൽ ഭഗവാനോട് കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ഈ ദിവ്യദർശനം കൊടുത്തത്. അങ്ങനെ നമ്മളും ഭഗവാനോട് ചേർന്ന് നിൽക്കണം, വേണ്ടേ? ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ഭക്തി എത്രത്തോളം ആവശ്യമാണ് ഒരാളുടെ ജീവിതത്തിലെ വിജയത്തിന്, അത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഭക്തിയുടെ ആ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതേ ഭക്തിയെ കുറച്ചുകൂടെ വിസ്തരിച്ച് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത അധ്യായത്തിലും ഭക്തിയെക്കുറിച്ച് തന്നെ പറയാൻ പോവാണ് ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ഭക്തിയോഗമാണ്. ആ അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം.